നമസ്കാരം. ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകനെതിരെ വീണ്ടും ഫേസ്ബുക്ക് ഗ്രൂപ്പുമായി എൻ പ്രശാന്ത് IAS. വിഴിഞ്ഞം തീരത്ത് നിന്ന് പുറപ്പെട്ട അറബിക്കടലിൽ മുങ്ങിയ MSC എൽസ 3 കപ്പലിന്റെ ദുരന്തം ചൂണ്ടിക്കാട്ടിയാണ് ഇക്കുറി പ്രശാന്ത് ഫേസ്ബുക്കിൽ വിമർശന പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. മാതൃഭൂമി പത്രത്തെയും കുറ്റപ്പെടുത്തിയാണ് പ്രശാന്തിന്റെ കുറിപ്പ്. ദുരന്തത്തെ കപ്പൽ കമ്പനിയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലയിലേക്ക് ഒതുക്കി തീർക്കാൻ സർക്കാർ സംവിധാനങ്ങളിലെ ഉന്നതരും ചില മാധ്യമ പ്രമുഖരും കൈകോർത്തു എന്നാണ് പ്രശാന്തിന്റെ ആരോപണം. മാതൃഭൂമി പത്രത്തിനെതിരെയാണ് പ്രശാന്ത് രംഗത്ത് വന്നത്. കപ്പൽ അപകടം നടന്നയുടൻ കേരളത്തിന്റെ തീരദേശം വിഷമയമാക്കിയ ഈ ദുരന്തത്തെ ഹാപ്പി അല്ലെങ്കിൽ ഗുഡ് ആക്സിഡന്റ് എന്ന് വിളിച്ച് ആഘോഷിച്ചത് പ്രമുഖ മാധ്യമ സ്ഥാപനമായ മാതൃഭൂമിയുടെ എഡിറ്റർ മനോജ് കെ ദാസ്. ജീവനക്കാർ രക്ഷപ്പെട്ടു, മുതലാളിക്ക് ഇൻഷുറൻസ് ഉണ്ട്, പിന്നെന്താണ് പ്രശ്നം എന്ന മട്ടിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം നടത്തി. ഇത് സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ ജീവനോപാധിയോടുള്ള അവഹേളനമായിരുന്നു എന്നാണ് പ്രശാന്തിന്റെ ആരോപണം. ഡോക്ടർ ജയതിലക് പച്ചയ്ക്ക് നിയമം ലംഘിച്ച് 16 വിലപ്പെട്ട ദിവസങ്ങളാണ് കപ്പൽ കമ്പനിക്കാർക്ക് വേണ്ടി തരപ്പെടുത്തി കൊടുത്തതെന്നും പ്രശാന്ത് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. പ്രശാന്തിന്റെ കുറിപ്പ് ഇങ്ങനെ: എൽസ കപ്പൽ ദുരന്തത്തിൽ സന്തോഷം തോന്നുന്നവർ. വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ട എൽസ കപ്പൽ അപകടം നടന്നയുടൻ ഒരു മാധ്യമ പ്രവർത്തകൻ, അതായത് മാതൃഭൂമിയുടെ എഡിറ്റർ മനോജ് കെ ദാസൻ ചാടി ഇറങ്ങി ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് പ്രഖ്യാപിച്ചു. ഹാപ്പി ഗുഡ് ആക്സിഡന്റ് എന്നാണ് അയാൾ ഈ ഗുരുതരമായ ദുരന്തത്തെ വിളിച്ചത്. വളരെ ആശ്വാസവും സന്തോഷവും തോന്നിയത്രേ. കപ്പൽ ജീവനക്കാർക്ക് ഒന്നും സംഭവിക്കാത്തത് കൊണ്ടും കപ്പൽ മുതലാളിക്ക് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ടും വേറെ ഒരു കുഴപ്പവും ഇല്ല പോലും. കപ്പൽ മുതലാളിയുടെ നഷ്ടത്തിന് പകരം ഇൻഷുറൻസ് കിട്ടിയാൽ തീരുന്നതല്ല സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ ജീവനോപാധി പ്രശ്നമെന്ന് മനസ്സിലാവാത്ത പോലെ അപകടത്തെ പറഞ്ഞ് ലഘൂകരിക്കാൻ നിരന്തര ശ്രമം. ഈ നരേറ്റീവ് സ്ഥാപിക്കാൻ തുടരെ വീഡിയോകൾ. കപ്പൽ കമ്പനിക്കെതിരായി സ്വീകരിക്കേണ്ട നിയമ നടപടികളെക്കുറിച്ച് വിദഗ്ധരുമായി സംസാരിച്ച് ആദ്യ ദിനങ്ങളിൽ തയ്യാറാക്കിയ മാതൃഭൂമി ലേഖകന്റെ വാർത്ത പിന്നീട് ആ പത്രത്തിൽ വന്നില്ല. പ്രകൃതിക്കും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തിനും ആയിരക്കണക്കിന് കോടികളുടെ നഷ്ടമാണ് സത്യത്തിലുണ്ടായത്. മത്സ്യസമ്പത്തിനെ കാര്യമായി ബാധിക്കും. വർഷങ്ങൾ കഴിയും തോറുമാണ് ദൂഷ്യഫലങ്ങൾ ശരിക്കും അനുഭവപ്പെടുക. മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധിയെക്കുറിച്ചുമെല്ലാം വാർത്ത നൽകിയ ബ്യൂറോയ്ക്ക് പിന്നീട് സമ്പൂർണ്ണ നിയന്ത്രണം വന്നു. സ്വകാര്യ മാധ്യമ സ്ഥാപനമല്ലേ, അവർക്ക് സ്വകാര്യ താല്പര്യങ്ങളാവാം. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർ അങ്ങനെ ആയാലോ? കപ്പൽ കമ്പനിയിൽ നിന്നും നഷ്ടപരിഹാരം കിട്ടുന്നത് ഇല്ലാതാക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർ നടപടിക്രമങ്ങൾ ലംഘിക്കുന്നുവെന്നും കുറ്റക്കാരായ കമ്പനിയുമായി ചേർന്ന് കേസ് തേച്ചു മായ്ക്കാൻ ശ്രമിക്കുന്നുവെന്നും കാണിച്ച് വിജിലൻസിൽ പരാതിയെത്തി. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാരമായ കോടികൾ കിട്ടാതാക്കാൻ തെളിവെടുപ്പ് വൈകിപ്പിക്കാൻ ശ്രമം നടന്നിട്ടുണ്ട് എന്ന് തെളിവ് സഹിതമുള്ള പരാതി. FIR ഇട്ട് ഉടൻ തെളിവെടുപ്പ് നടത്തുന്നതിന് പകരം തെളിവുകൾ ഇല്ലാതാക്കാൻ കമ്പനി അധികൃതർക്ക് സാവകാശം നൽകി. രാസവസ്തുക്കളടങ്ങിയ ചരക്കപ്പൽ കടലിൽ മുങ്ങിക്കഴിഞ്ഞാൽ ഈ കപ്പൽ ഒന്നുകൊണ്ട് മാത്രമാണ് വിഷാംശം വ്യാപിച്ചതെന്നും മത്സ്യസമ്പത്ത് ഇല്ലാതായതെന്നും തെളിയിക്കാൻ പാടാണ്. രേഖയിലില്ലാത്തതും മെറ്റീരിയൽ റെലവൻസ് ഉള്ളതുമായ എല്ലാ തെളിവുകളും മാറ്റാൻ ഇതുവഴി സൗകര്യമൊരുക്കിയെന്നാണ് പരാതി. ഈ കഥയിലെ നായകൻ ആരാണെന്ന് നോക്കുമ്പോൾ മനോജ് കെ ദാസിന്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഡോക്ടർ ജയതിലക് തന്നെ. ഇത്രയും വലിയ കപ്പൽ അപകടം സംഭവിച്ചിട്ടും അതിൽ ഉടനെയൊന്നും FIR ഇടേണ്ടതില്ലെന്ന് സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി രേഖാമൂലം നിർദ്ദേശം നൽകിയതിന്റെ രേഖയാണ് വിജിലൻസ് പരാതിയിൽ കൊടുത്തിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി എത്തിയ ശേഷമാണ് അവസാനം FIR രേഖപ്പെടുത്തിയത്. 16 ദിവസം കഴിഞ്ഞ്. ക്രൈം നടന്നാൽ അത് അറിഞ്ഞ ഉടൻ FIR രേഖപ്പെടുത്തണമെന്ന് ലളിതകുമാരി കേസ് ഉൾപ്പെടെ അനവധി സുപ്രീം കോടതി വിധികൾ ധിക്കരിച്ചുകൊണ്ട് ഡോക്ടർ ജയതിലക് ഇറക്കിയ കുറിപ്പ് കണ്ടപ്പോൾ സത്യത്തിൽ അത്ഭുതപ്പെട്ടുപോയി. സുപ്രീം കോടതിയെയോ നിയമവ്യവസ്ഥയോ തെല്ലും ഭയമില്ലാത്ത മനുഷ്യൻ. അദ്ദേഹം സ്വന്തം ലെറ്റർ ഹെഡിൽ സധൈര്യം ഒപ്പിട്ട് ദുരന്ത നിവാരണ വകുപ്പ് വഴി പോലീസിന് നൽകിയ നിർദ്ദേശം വായിക്കാം. FIR ഉടൻ രേഖപ്പെടുത്തേണ്ട കാര്യമില്ല. തൽക്കാലം നഷ്ടപരിഹാരത്തിന് വേണ്ടിയുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഈ കമ്പനി നല്ല പേരും പെരുമയും ഉള്ളതാണെന്നും അവരെ പിണക്കാൻ പാടില്ലെന്നും അടുത്ത വരിയിലുണ്ട്. ഷിപ്പിംഗ് മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് ഈ കമ്പനിയുടെ ഖ്യാതി നന്നായി അറിയാം. അതായത് FIR വരുന്നതിന് മുന്നേ തെളിവുകൾ മുഴുവൻ കൈവശപ്പെടുത്തണമെന്നാണ് കുറിപ്പിൽ പറയുന്നത്. FIR ഇല്ലാതെ മഹസർ തയ്യാറാക്കാനും സാമ്പിൾ എടുക്കാനും സാധിക്കില്ല എന്ന് ആർക്കാണ് അറിയാത്തത്? ആ 16 ദിവസവും തെളിവുകൾ ആരാണ് കൈവശപ്പെടുത്തിയത്? ഇപ്പോൾ ഹൈക്കോടതിയിലുള്ള 9531 കോടിയുടെ അഡ്മിറാലിറ്റി സിവിൽ സ്വഭാവമുള്ളതാണ്. ഈ പറയുന്ന പോലെയുള്ള നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് കപ്പൽ മുതലാളി. തെളിവുണ്ടോന്ന്? ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയ പേരും പെരുമയുമുള്ള ഈ കപ്പൽ കമ്പനിയുടെ ചരിത്രം നമ്മൾ അറിയണം. മുംബൈ ഹാർബറിൽ MSC ചിത്ര എന്ന കപ്പൽ 2010 മുങ്ങി. ഉദ്യോഗസ്ഥർ ഇതുപോലെ നന്നായി സഹകരിച്ചു. തീരദേശവാസികളുടെ നഷ്ടം 520 കോടിയിലേറെ കണക്കാക്കി. പേരും പെരുമയുള്ള കമ്പനി ചെലവാക്കിയത് തീരദേശം ഒന്ന് വൃത്തിയാക്കാൻ കഷ്ടിച്ച് 1 കോടി. കൂടുതൽ പറയണ്ടല്ലോ. ഡോക്ടർ ജയതിലക് പച്ചയ്ക്ക് നിയമം ലംഘിച്ച് 16 വിലപ്പെട്ട ദിവസങ്ങളാണ് കപ്പൽ കമ്പനിക്കാർക്ക് വേണ്ടി തരപ്പെടുത്തി കൊടുത്തത്. ആ 16 ദിവസത്തിനുള്ളിൽ നശിപ്പിച്ച തെളിവുകൾ, അപകട സ്ഥലത്ത് നിന്ന് മാറ്റിയ കെമിക്കലുകൾ, രേഖകൾ, ഇവയ്ക്ക് ആയിരക്കണക്കിന് കോടി രൂപയുടെ മൂല്യമുണ്ടെന്ന് മനസ്സിലാക്കുക. നിയമവശങ്ങളൊന്നും അറിയാത്ത പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെയും തീരദേശവാസികളെയും പ്രകൃതിയെയും കടലിനെയും മുറ്റി മനസാക്ഷിയില്ലാതെ ഉണ്ടാക്കുന്ന ഈ പണമൊക്കെ എന്തു ചെയ്യുമെന്നും അദ്ദേഹം ചോദിക്കുന്നു.